ജാർഖണ്ഡിൽ JMMന്റെ അനുനയ നീക്കങ്ങൾ പാളിയെന്ന് വാർത്ത. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന JMM നേതാവുമായ ചാമ്പൈ സോറൻ വെള്ളിയാഴ്ച BJPയിൽ ചേരുമെന്ന് വാർത്ത. ചാമ്പൈ സോറൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി തത്സമയം ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഈ ചമ്പൈ സോറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് JMM പഠിച്ച പണി 18 പരിശ്രമിച്ചു. പക്ഷേ അതിന് അദ്ദേഹം അനുനയത്തിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്കറിയാവുന്ന പോലെ മുൻപ് നിതീഷ് കുമാറിന് ഇത് ബീഹാറിൽ സംഭവിച്ചത്, JDUവിൽ സംഭവിച്ചതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം. അന്ന് ജിതിൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയാക്കുകയും അതിനുശേഷം തിരിച്ചു മുഖ്യമന്ത്രി പദം നിതീഷ് കുമാർ തിരിച്ചു മേടിച്ചപ്പോൾ ജിതിൻ റാം മാഞ്ചി സ്വീകരിച്ച രാഷ്ട്രീയത്തിന് സമീപമായിട്ട് അന്ന് അദ്ദേഹം ഒരു പുതിയ പാർട്ടിയാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് BJPയിലേക്ക് ലയിക്കാനാണ് ചമ്പൈ സോറൻ ജാർഖണ്ഡിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനനുബന്ധമായിട്ടുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. BJPയിൽ ചേരുകയും ജാർഖണ്ഡിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയൊരു മടങ്ങിപ്പോക്ക് ഇല്ല JMMലോട്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. താൻ അവഗണിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. BJPയെ സംബന്ധിച്ച് ജാർഖണ്ഡിൽ ഇത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് ഈ ചമ്പൈ സോറിനെ പോലെയുള്ള ഒരാൾ BJPയിലേക്ക് വരുന്നത്. മാത്രമല്ല JMMനെ നിലവിലുള്ള സാഹചര്യത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുകളെയും ഒപ്പം അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെയും ഒക്കെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഈ ചമ്പൈ സോറിന്റെ വരവ് BJPയെ സഹായിക്കും. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. ഇതോടെ ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിക്കുന്നു. ഇനി കാണുക നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഇപ്പോഴെന്ത് സംഭവിക്കുന്നു എന്ന അന്വേഷണവുമായി നമുക്കൊപ്പം ചേരുന്നു അനൂജ രാജേഷ്. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ബൈ.